എല്ലാവർക്കും കുഞ്ചമ്മ കേസയ്ക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ മെറ്റീരിയൽസ് ഒക്കെ സെയിൽ ചെയ്ത് അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളിപ്പം വേറിട്ട് മാറി ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു. കാരണം നമ്മളിപ്പോൾ നമ്മളെ മെറ്റീരിയൽസ് നമ്മളുണ്ടാക്കുന്ന പ്രോഡക്റ്റ് മാത്രമല്ല കേട്ടോ, നമുക്ക് റേറ്റ് കുറച്ച് കിട്ടുന്ന നമ്മൾ കുറച്ച് ഫാൻസി, അതായത് കൊറിയൻ ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ റീസെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് എൻ്റെ കയ്യിലിപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രമിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ സംഭവം ദൈവാനുഗ്രഹത്താലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും കൊണ്ട് എനിക്ക് സംഭവം സക്സസ്സായി മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളും ഇതുപോലുള്ള, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, അതുപോലുള്ള കസ്റ്റമേഴ്സിനെയൊക്കെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഇട്ടിട്ട് പോവാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെ ഇട്ടിട്ട് പോവാമെന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചിന്തിക്കും, എന്താണെന്ന് വെച്ചാൽ നമുക്ക് നിങ്ങളെപ്പോലുള്ളവർ തരുന്ന ഒരു സപ്പോർട്ടുണ്ടല്ലോ, പറയുകയാണെങ്കിൽ ഒരു മോട്ടിവേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഒന്നും കിട്ടുന്ന ഒന്നല്ല. കാരണം ഒരുപാട് പേര് ഓൺലൈനായിട്ട് ഒരുപാട് കാര്യങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ വിശ്വാസം എന്ന് പറയുന്ന ഒരു സാധനം നേടിയെടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് പേര് നമ്മളെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് നമ്മളിലൊരു വിശ്വാസം അവർക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദൈവാനുഗ്രഹത്താൽ എനിക്കെന്തോ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനീ ഓരോ പ്രതിസന്ധി ഘട്ടം വരുമ്പോഴും അതുപോലെ തന്നെ ബിസിനസ്സിൽ നഷ്ടമൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ചിന്തിക്കും ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചൊരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ലാഭമൊന്നും ഇല്ലാതെ വെറുതെ നമ്മൾ വലിയ ലാഭമൊന്നും എടുത്തല്ല കൊടുക്കുന്നത്, എന്നാലും നമുക്ക് അത്രയും പോലും ലാഭമില്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് ഞാനിത് സ്റ്റോപ്പ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞൊരു വാക്കാണ്, നീ ഇത് ചെയ്തിട്ട് ഇത് നിർത്തിയിട്ട് വേറൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങിക്കോ. പക്ഷേ ഇത്രയും പേര് ഇത്രയും നാൾ കൊണ്ട് നീ ഉണ്ടാക്കിയെടുത്ത ഒരു വിശ്വാസം, അത് മാത്രമല്ല നിനക്കിത് സെയിൽ ചെയ്യാനും എന്തിനായാലും ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. നീ ഒരു കുഴപ്പമില്ലാത്ത ഇത്രയും സബ്സ്ക്രൈബറെയൊക്കെ സെറ്റാക്കി എടുക്കാൻ നിനക്ക് പറ്റിയ ഒരു വിശ്വാസം നേടിയെടുക്കാൻ പറ്റി. അപ്പം ഇത് വെച്ചിട്ട് നീ എന്ത് ബിസിനസ് ചെയ്താലും കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ നിനക്ക് പറ്റും. അതേസമയം നീ ഈ ജോലിയൊക്കെ നിർത്തിയിട്ട് വേറെ ഏതെങ്കിലും ഓഫീസിൽ ജോലിക്ക് അങ്ങനെ പോയി തുടങ്ങിയാൽ അപ്പോഴത്തേക്കാണ് അവിടുത്തെ ബുദ്ധിമുട്ട് നിനക്ക് മനസ്സിലാവുന്നത്. ഇതാകുമ്പോൾ നമ്മുടെ ടൈമിലൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുമെങ്കിലും ഒരാൾ പറഞ്ഞ ആ ഒരു വാക്ക് എൻ്റെ മനസ്സിൽ നിന്ന് പോയില്ല കേട്ടോ. അന്ന് മുതലാണ് ഞാൻ വിചാരിച്ചതില്ല, എന്ത് വന്നാലും നിർത്തുന്ന പരിപാടിയില്ല, നമ്മൾ പൂർവാധികം ശക്തിയോടെ മുമ്പോട്ട് പോകുമെന്ന്. കാരണം ഒരുപാട് പേര് ഇന്നലെ ഞാനിട്ട വീഡിയോയ്ക്കിടയിൽ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടേക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കമൻറ്റൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇതൊക്കെ എല്ലാവർക്കും ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന കുറേ ചിന്തകളൊന്നും ഉരുത്തിരിഞ്ഞിട്ട് ഞാനിപ്പോൾ എൻ്റെ ബിസിനസ്സിൻ്റെ കൂടെ ചെറിയ കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇതുപോലുള്ള വള, അത് ക്ലിപ്പ്, ബോ, സ്ലൈഡ്, അങ്ങനെ കുറേ ഐറ്റംസ്, ബണ്ണ്, അങ്ങനെ കുറേ ഐറ്റംസ് ഞാനിപ്പോൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ എൻ്റെ മെറ്റീരിയൽസ് ഇപ്പോൾ എനിക്ക് ഒരുപാട് സമയം ഇരുന്ന് ഉണ്ടാക്കാനൊന്നും സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെയൊക്കെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. വലിയ ലാഭം എന്നൊരു സങ്കല്പമൊന്നും നമ്മളെ മനസ്സിലില്ല. നമുക്ക് നമ്മുടെ ഈ ബിസിനസ് മുറിഞ്ഞു പോകാതെ മുന്നോട്ട് പോകണം എന്നൊരിതേ ഉള്ളൂ. മാത്രമല്ല ഇപ്പോൾ എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം എൻ്റെ ജോലി ഇതാണ് എന്ന് എല്ലാവരുടെയും മനസ്സിൽ വേറെ ഉറച്ചു കഴിഞ്ഞിട്ട്. അപ്പം ഞാനിത് ഒന്ന് ഇഴച്ചഴിച്ച് കൊണ്ടുപോയാലും പലരും ഇങ്ങനെ ചോദിക്കും, എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴത്തേക്ക് എല്ലാവരുടെയും മനസ്സിൽ ആദ്യമായിട്ട്, എല്ലാവരുടെയും എന്ന് പറഞ്ഞാൽ എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ എല്ലാം മനസ്സിൽ ആദ്യമായിട്ട് ഓർമ്മ വരുന്ന മുഖം എൻ്റെതായിരിക്കും കേട്ടോ. ഇന്ന സാധനം ഉണ്ടോ, ഇന്ന കളറിലൊക്കെ കൊച്ചിന് പറ്റിയ ഡ്രസ്സുണ്ടോ, ഡ്രസ്സിന് പറ്റിയ മെറ്റീരിയൽസ്, ഇതുപോലുള്ള സാധനങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരാദ്യമേ എന്നെ ഓർക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ സ്ഥാനം അവരെയൊക്കെ മനസ്സിലുണ്ടാക്കിയെടുക്കാൻ എനിക്ക് പറ്റിയല്ലോ. അപ്പം അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ട് ഞാൻ ചെറിയൊരു ബിസിനസ് കൂടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതെല്ലാം കൊറിയൻ ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കും കൂടി ഇതിലൊരു പാർട്ടാവാനുള്ളൊരു അവസരം ഞാൻ ഉണ്ടാക്കി തരികയാണ്. അപ്പോൾ ഇതുപോലുള്ള മെറ്റീരിയൽസ്, അതായത് ഈ മെറ്റീരിയൽസ് ഇതും കൊറിയൻ സാധനം തന്നെയാണ്, ക്ലിപ്പൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ നേരിട്ട് കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച്, ഒരുപാട് പൈസയ്ക്കൊന്നും ഇറക്കിയില്ല, ഒരു 5000 രൂപയുടെ സാധനം ഞാനൊന്ന് ഇറക്കി നോക്കിയതാണ്. പക്ഷേ നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഇന്ന് കാലത്തെ തന്നെ, അപ്പോൾ ഞാൻ ഇത് കൊണ്ടുവച്ചിട്ട് ഒരാഴ്ചയിൽ കൂടുതലായി, ഈ സംഭവം എൻ്റെ കയ്യിൽ കിട്ടി വെച്ചിട്ട് ഒരാഴ്ചയിൽ കൂടുതലായി. പക്ഷേ ഞാനൊന്ന് സ്റ്റാറ്റസ് ഇട്ടത് ഇന്നലെ മിനിങ്ങാന്നൊക്കെ ആയിട്ട് കുറച്ച് സ്റ്റാറ്റസ് ഇട്ടു.
പക്ഷേ ഇന്ന് നേരം വെളുത്തപ്പോഴത്തേക്ക് എനിക്ക് വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നെ അറിഞ്ഞൂടാത്തവരാണോ എനിക്ക് ഇത്രയും ഓർഡേഴ്സ് തന്നതെന്ന്. അല്ല, എല്ലാം എൻ്റെ സ്ഥിരം, അതായത് നമ്മൾ നേരിട്ടറിയുന്ന കസ്റ്റമേഴ്സ് തന്ന ഓർഡറാണ് കേട്ടോ. കാരണം നേരിട്ടറിയുന്നവർ മാത്രമാണല്ലോ നമ്മൾ സ്റ്റാറ്റസ് കാണുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറിൽ ഒന്ന് സ്റ്റാറ്റസ് ഇട്ടതാണ്. അപ്പോൾ എനിക്ക് കുറേ ഓർഡേഴ്സും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള മെറ്റീരിയൽസ് സെയിൽ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ, അതായത് ഇതുപോലുള്ള ഫാൻസി മെറ്റീരിയൽസ്, അതിൽ നമ്മൾ ഈ മെറ്റീരിയൽ വാങ്ങി നമ്മൾ സെയിൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് കേട്ടോ ഇത്. അതിൽ നമ്മൾ പിന്നെ നമ്മൾ കുറച്ചിരുന്ന് വർക്ക് ചെയ്യണം. ഇതാകുമ്പോൾ നമുക്ക് വർക്കൊന്നും ചെയ്യേണ്ട, ഓൾറെഡി ഇങ്ങനെ വരുന്നതാണല്ലോ, റെഡി ആയിട്ട് വരുന്ന സാധനമാണ് ഇത്. നമ്മൾ അവർ പറയുന്ന അവരുടെ ചോയ്സിനനുസരിച്ച് സാധനങ്ങൾ നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്ന ഒരൊറ്റ ജോലിയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ലാഭമാണ് എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പം ഞാൻ പാക്ക് ചെയ്തത് എൻ്റെ സ്ഥിരം കസ്റ്റമർക്കാണ്, വേറെ ആരുമല്ല, ആമിയുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അമ്മ. ഞാൻ ഓരോ സാധനങ്ങൾ പുതിയതായിട്ട് ഇറക്കുമ്പോഴത്തേക്കും ഉണ്ടാക്കുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് വരുന്ന ഒരു മുഖമാണ് കേട്ടോ. അവളെ മുഖമാണ് എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് വരുന്നത്. കാരണം ഞാൻ എന്ത് സാധനം സെയിൽ ചെയ്യാനെന്ന് പറഞ്ഞാലും ആവശ്യമുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഒക്കെ വാങ്ങിച്ചോളും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി അല്ലേ. അപ്പോൾ മാത്രമല്ല, ആ പുള്ളിക്കാരി അവളും സ്റ്റാറ്റസ് വയ്ക്കും. അപ്പോൾ അവിടെ നിന്നും എനിക്ക് ഓർഡേഴ്സ്, അവളെ കെയർ ഓഫിലുള്ള കുറച്ച് ഓർഡേഴ്സ് കിട്ടും. ആ വീട്ടിൽ കൊണ്ടുപോയി ഞാനിങ്ങനെ സെയിൽ ചെയ്യാണ് പതിവ് കേട്ടോ. അപ്പോൾ ഇന്ന് കാലത്തെ വേറെ 1-2 വീട്ടിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അത് ഇത് കണ്ടിട്ടല്ല, അല്ലാതെ എനിക്കൊരു കുറേ ദിവസം മുന്നേ ഒരു 4 വയസ്സായ കൊച്ചിന് കുറച്ച് ഇതുപോലുള്ള അക്സസറീസ് വേണമെന്ന് പറഞ്ഞതാണ്. എൻ്റെ കൂടെ പഠിച്ച ഒരു പെങ്കൊച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ തഴഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഉണ്ടാക്കാനുള്ള മടിയാണ്. നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിഷയവും ഇല്ല. പക്ഷേ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എനിക്കിതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ എനിക്ക് ഓർഡർ കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഓർഡർ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. പക്ഷേ ഉണ്ടാക്കാനുള്ള മടി, അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഫാൻസിയാണ് കുറച്ചുകൂടെ എനിക്ക് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ കാലത്തെ അവളെ വീട്ടിൽ ഇതെല്ലാം ചുമന്ന് കിട്ടി, ഫോട്ടോ ഇട്ട് കൊടുത്തപ്പോൾ എല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ചുമന്ന് കിട്ടി, അവിടെ പോയി അവൾക്ക് ആവശ്യമുള്ളത് അവൾ സെലക്ട് ചെയ്തെടുത്തു. എന്നിട്ട് അവളെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാരെയൊക്കെ കാണിച്ച് മീൻ മേടിക്കാനും കൊച്ചുങ്ങളെ സ്കൂളിലാക്കാനും ഒക്കെ റോഡിലോട്ട് വന്ന എല്ലാവരെയും കാണിച്ച് അവിടെ നിന്നും കുറച്ച് പേരെഴുതിയ ബോയ്ക്കും അതും ഇതുമൊക്കെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആമിയുടെ ഫ്രണ്ടിൻ്റെ ബോയും സാധനങ്ങളും എല്ലാം വളയല്ല, കാരണം അവർ കളർ സെലക്ട് ചെയ്തതെല്ലാം എടുത്ത് മാറ്റി വെച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിലുള്ള കളർ തീർന്നു പോയാൽ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആദ്യമേ പറഞ്ഞതല്ലേ. അപ്പം അത് ഇന്ന് കൊടുക്കുന്നില്ല എങ്കിലും പാക്ക് ചെയ്ത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, എൻ്റെ കൂടെ പഠിച്ചതാണ്. എൻ്റെ കൂടെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ വന്നതാണ്. സുജി എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. പരപ്പനങ്ങോടോ എവിടെയാണ്, ട്രിവാൻഡ്രത്തൊരു സ്ഥലത്തുള്ളതാണ് കേട്ടോ. പരപ്പാങ്കുന്ന എന്തോ ഒരു സ്ഥലമുണ്ടല്ലോ, പനപ്പാങ്കുന്നോ, ഒക്കെ അവിടെ ഉള്ളതാണ്. അപ്പോൾ അവൾ 500 രൂപ ഇട്ട് തന്നിട്ട് ഈ സ്റ്റാറ്റസ് കണ്ടിട്ട് 500 രൂപ ഇട്ടിട്ട് വ്യാഴാഴ്ച മോളെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നിനക്ക് എന്താണോ വേണം എന്ന് തോന്നുന്നത് അങ്ങനെ 500 രൂപയ്ക്കുള്ള സാധനം എനിക്ക് അയച്ചു തന്നേക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതെനിക്ക് ആകെ കൺഫ്യൂഷനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. കാരണം അവർ പറയുന്നത് പോലെ അല്ലല്ലോ, നമ്മൾ അവർക്ക് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കുമ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടുമെന്നൊക്കെ ഉള്ളൊരു ഡൗട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ ഇത് എടുക്കും എങ്ങനെ കൊടുക്കും എന്നുള്ള കൺഫ്യൂഷനായി. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫോൺ എടുത്തിട്ട് 500 രൂപയിൽ നിന്ന് മൈനസ് ചെയ്ത് ഓരോ സാധനവും കുറേശ്ശെ എടുക്കുകയാണ് കേട്ടോ. കുറേശ്ശെ മൈനസ് ചെയ്ത് എടുക്കുകയാണ്. 500 രൂപ ആവണമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള ഫാൻസി ഐറ്റംസ് റീസെൽ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഫാൻസി റെഡിയായിട്ട് വരുന്ന സാധനങ്ങളുണ്ടല്ലോ, റെഡിമെയ്ഡായിട്ട് വരുന്ന ഫാൻസി ഐറ്റംസ് റീസെൽ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എടുക്കുന്നത്, നമുക്ക് ഒരുപാട് ഇങ്ങനെ വാരി വലിച്ച് എടുത്ത് വയ്ക്കാനായിട്ട് പറ്റത്തില്ല. കാരണം നമുക്ക് ഫാൻസി ഒന്നും സ്വന്തമായിട്ടില്ലല്ലോ. അപ്പം എനിക്ക് ഫോട്ടോസ് അയച്ച് തരുന്നതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്യുന്ന കുറേ സാധനങ്ങൾ എടുത്ത് വയ്ക്കും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ള സാധനങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എടുത്ത് റീസെൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരുന്ന ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് റീസെൽ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇതെല്ലാം വണ്ണാണ്. അപ്പോൾ നമുക്ക് ഈ വള ഒക്കെ ഉണ്ടല്ലോ, ഞാനിപ്പോൾ നേരത്തെ കാണിച്ചല്ലോ, ആ വളയൊക്കെ നമുക്ക് നല്ല ലാഭത്തിന് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ ഫാൻസി
ഫാൻസിയിലൊക്കെ പോയി അതുപോലത്തെ വളയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് 40, 50, 60 കൊണ്ടൊക്കെ ആണെന്ന് തോന്നുന്നു. ഞാൻ ആമിക്ക് അങ്ങനെയുള്ള വളകളൊന്നും മുന്നേ വാങ്ങിച്ചിട്ടില്ല. ഈ വലിയ വളകളൊന്നും വാങ്ങിച്ചിട്ടില്ല. കാരണം കുഞ്ഞ് കൈയാണല്ലോ. അവളെ കൈയെന്നൊക്കെ പറഞ്ഞാൽ വളരെ കുഞ്ഞ് കൈയാണ് കേട്ടോ. ശരീരം നന്നായാൽ പോലും ആ കൈ അങ്ങനെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ വളയൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇന്നലെ ഇതിൽ നിന്നൊരു വള എടുത്തിട്ട് നോക്കി, ഇട്ടുകൊണ്ട് പോയി, സ്കൂളിൽ കൊണ്ടുപോയി. ഇട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് അത് ഊരി എൻ്റെ കയ്യിൽ തന്നെ തന്നിട്ട് പറഞ്ഞ് അമ്മ തന്നെ ഇട്ടോ, എനിക്ക് വേണ്ടാന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനങ്ങനെ സുജിക്ക് അയക്കാനുള്ള സാധനങ്ങൾ അതപ്പോൾ ഇന്ന് അയക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് ഞാൻ കണക്ക് കൂട്ടി വന്നപ്പോഴത്തേക്കും 125 രൂപയുടെ സാധനം ഇനിയും കുറവുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ആ മോക്കൊരു 10 വയസ്സോ മറ്റോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഏതൊക്കെ സാധനം എടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. അപ്പോൾ അവൾക്ക് കൂടുതലായിട്ടും ബോയാണ് ഉൾപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബോയ് ആകുമ്പോഴത്തേക്ക് ഞാൻ ചെയ്തേ പറ്റൂ. എൻ്റെ കയ്യിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ബോയൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ബോ ഞാൻ ചെയ്തേ പറ്റൂ. അപ്പം ഞാൻ ഇത്രയും സാധനങ്ങളാണ് ആ കുഞ്ഞിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി ഒരു 175 രൂപയുടെ സാധനത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതിനും വേണ്ടി ബോയും കൂടെ ചെയ്തിട്ട് അയക്കാമെന്ന് വിചാരിച്ച്. മാത്രമല്ല കൊറിയർ കവറിൽ അത് അയക്കത്തില്ല, വളയൊക്കെ ഉള്ളതുകൊണ്ട്. ഞാനെങ്കിൽ പൊട്ടിപ്പോവും ഒരു സീലടിക്കുമ്പോഴത്തേക്ക്. അപ്പോൾ അതിന് റോഡിൽ പോയി ബോക്സ് എടുത്തുകൊണ്ട് വന്ന് വേണം അയക്കാനായിട്ട്. അപ്പോൾ എല്ലാം തൽക്കാലം നമുക്ക് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. കാരണം അപ്പോഴപ്പോഴും മാറ്റി വെച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് സാധനമായാലും നമുക്ക് പിന്നെ വേറൊരാൾ ചോദിക്കുമ്പം അത് കൊടുക്കാനും പറ്റില്ല, കൊടുക്കാതിരിക്കാനും പറ്റാത്ത അവസ്ഥയാവും. അതുകൊണ്ട് എന്ത് സാധനമായാലും ഒരാൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അവർക്കുള്ളത് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇതാ വളയൊക്കെ ഞാൻ എല്ലാത്തുനിന്നും ഓരോന്നും വെച്ചെടുത്തിട്ടുണ്ട്. ബ്ലാക്കിൻ്റെ 2 വള എടുത്തിട്ടുണ്ട്, മറ്റേ കളറിൽ നിന്ന് ഓരോ വള എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുണ്ടാക്കിയ മാല ബോ ഒക്കെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിലിനി ബാക്കി കുറച്ച് ബോയും കൂടെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ഫ്രീ ആയിട്ട് നമ്മുടെ വകയായിട്ട്, നമ്മുടെ മീൻസ് എൻ്റെ വകയായിട്ട് എന്തെങ്കിലും 1-2 സാധനം കൂടെയൊക്കെ വെച്ച് അയക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും റീസെൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.